എന്തേ പാലിന്റെ കാശ് വന്നതാണ്. തന്നില്ലല്ലേ? 2 മാസത്തെ ഇപ്പൊ തരാം. ഇക്കാ ഇപ്പൊ തരാട്ടാ, മറന്നു. അതാണ് ഇക്കാ. അതെ, അക്കായിരുന്നു കൊടുക്കൂ. പാലിന്റെ പൈസ. പാലിന്റെ പൈസ എനിക്ക് തന്നല്ലേ? അതല്ല, അത് പിന്നെ ഓന്റെ സ്കൂളിൽ 1500 റുപ്യ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ അതിൽ നിന്ന് എടുത്ത് കൊടുത്തോന്ന്. പാലിന്റെ കാശ് എടുത്ത് കൊടുത്താൽ 2 മാസം കൊടുക്കാണ്ട്. എത്ര മോനെ? 1500. അത് 1500 തന്നെ. നാളെ എടുത്താ മതിയാ? നാളെങ്കിലും കിട്ടുമോ? നാളെ തരാം. ഞാൻ ഇവിടെ മുടക്കലൊന്നുമില്ല, ഒക്കെ പുറത്ത് ഏൽപ്പിക്കലാണ്. എന്തൊരു തിരിമറി ഉണ്ടായി. നാളെ തരാം കേട്ടാ, നാളെ തരാം. മറന്നാണ്, അതാണ് കേട്ടാ. നാളെ തരാം. അതെ, ഇപ്പൊ ആ പാലിന്റെ കായ് തന്നെ എടുത്തിട്ട് സ്കൂൾ കൊടുത്ത എന്തിനാണ്? എൻ്റെ വേറെ ഒരു കായ് ഉണ്ടായില്ലേ? എന്റെ കയ്യിൽ അന്ന് കായൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ അതെടുത്ത് കൊടുത്തോന്ന്. ചെലവിന് തരുന്ന കായ് എടുത്തിട്ട് തിരിമറിക്ക. ഒന്നാമത്തെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നാണം കടേണ്ട കാര്യം ഉണ്ടാപ്പത്. അതിപ്പോ ഓന് പറഞ്ഞപ്പോ അത് മനസ്സിലായില്ലോ, മറന്നുപോയി എന്ന് പറഞ്ഞപ്പോ ഓനൊരു കുഴപ്പം പറഞ്ഞില്ലല്ലോ. അല്ല, അത് പോട്ടെ, എന്താ 1500 റുപ്യ? 1500 റുപ്യാണ് പാലിന്റെ പൈസ. അപ്പൊ എത്ര പാല് മേടിക്കണ്ട ഇവിടെ? നിങ്ങൾ പറയണേ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. 1500 റുപ്യക്ക് ആരാ ഇവിടെ പാല് കുടിക്കണേന്ന്? ഇവിടെ 3 ആളല്ലേ ഈ വീട്ടില്? നിങ്ങൾ 2 ആള് രാത്രി ഓരോ ഗ്ലാസ് പാല് കുടിക്കാറില്ലേ? ഇല്ലേ? സ്കൂളിൽ നിന്ന് വരുമ്പോ ഓനെന്തോ കലക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാറില്ലേ? ഇല്ലേ? പിന്നെ നിങ്ങൾ ഇടക്കിടക്ക് ചോദിക്കില്ല ചായ ചായന്ന്, അപ്പോഴൊക്കെ പാല് ഒഴിച്ചിട്ടല്ലേ കൊണ്ടുവരുന്നത്? റബ്ബേ, 5-6 ആൾക്കാരുള്ളോടത്ത് വേണ്ടപ്പോ ഈ ഇത്ര റുപ്യയുടെ പാല്. ഇത് എന്ത് കളി കളിക്കണ് നിങ്ങളൊക്കെ? അല്ല രസ, അതെ ഇതേ വീട്ടു ചെലവിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ ഇത് നേരാവൂലാട്ടോ. നിങ്ങൾ നിയന്ത്രിച്ചോണ്ടിരുന്നോ? എന്നാ പിന്നെ നിങ്ങൾ ചായ കുടിക്കണ്ട, വെറുതെ ആവശ്യമില്ലാതെ ഓരോ കണക്ക് പറയാണ്. വർത്താനം ആ പോക്ക് നോക്കി എന്താ ഇപ്പോഴൊക്കെ മനസ്സില്? എന്ത് കളി അവരൊക്കെ കളിക്കണേ? ഒന്നിട്ട് പറയാനും പാടില്ല. കറണ്ട് ബില്ല് വരാറായോ? അത് ശരി. ഇത് കൂടുതലാണല്ലോ സാറേ. കുറച്ച് ഉപയോഗിച്ചാൽ മതി കറണ്ട്, അപ്പൊ ബില്ലും കുറയും. പോട്ടേട്ടോ. പടച്ചത് എത്ര കായത്? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എന്താ കഥ ഒന്ന് ആലോചിച്ച് നോക്കിയ പിന്നെ എങ്ങനെയാണ് ഇവിടെ പൈസ ഉണ്ടാവുക? ഈ നിലക്കാണ് ഇവിടുത്തെ കാര്യങ്ങള്. ഇവിടെ വന്നേച്ചി, ഇതെന്തപ്പത് കഥ? എന്താ സംഭവം? ഇത് എത്ര കറണ്ട് ബില്ല് ഇവിടെ? 1950 റുപ്യാണ് ഇവിടെ കറണ്ട് ബില്ല് വന്നേക്കണേ. എന്താ കറണ്ട് തിന്നാണോ? എന്ത് കാട്ടണം നിങ്ങൾ ഇവിടെ? എന്തെങ്കിലും പറയണേ, ഇവിടെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കണതായിരിക്കൂ. ഇവിടെ ഈ ആവശ്യത്തിന് ഉപയോഗിക്കണതിന് ഒരു നിയന്ത്രണം ഒന്നുമില്ല എന്നാ ഞാൻ ചോദിക്കണേ. അതില്ലേ? എന്തപ്പോ ഞാനിവിടെ വെറുതെ കറണ്ട് കളയണ പോലെ ഉണ്ടല്ലോ നിങ്ങള്. ഈ 3 ആള് ജീവിക്കണ ഈ വീട്ടിലല്ലേ ഇപ്പൊ ഈ കറണ്ട് ബില്ല്? 1950 റുപ്യ എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? ഇതെന്താ കാണിക്കണേ നിങ്ങള്? നിങ്ങൾ എന്താ പറയണേ? ഞാനൊന്നും കാണിക്കണില്ല. എന്ത് കാണിച്ചാലും ശരി, കാണിച്ചില്ലെങ്കിലും ശരി, ഞാൻ ഈ മീസേന അടിച്ച കായ കൊണ്ടാണ് ഇവിടുത്തെ ചെലവ് വേണ്ടത്. അതൊന്ന് മനസ്സിലാക്കി. ഒരു കണ്ണിച്ചോര എനിക്ക് ഉണ്ടാവണം, അതാ ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്താണ് കണക്ക് പറയണ? എന്താണ് പിന്നെ പറയണ്ടേ? നിങ്ങൾ മാസം തരുന്ന പൈസ നിങ്ങൾ കണക്ക് പറയണേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോ 25,000 10,000 ഒക്കെ ആയിട്ട് ഇന്റെ വാടക കിട്ടണ പൈസ ഞാൻ തരുന്നുണ്ടല്ലോ. ഇജ്ജ് കായ് ചെലവാക്കല്ലേ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇജ്ജ് കായ് ചെലവാക്കിയാലും ഞാൻ ചെലവാക്കിയാലും നമ്മളെ അധ്വാനിച്ച് പൈസ അല്ലേ ഈ പോണേ? ആണോ? അതിന് നിയന്ത്രണം വേണോ? ഇതിപ്പോ ഞാനാണോ ഇത്രയും പൈസ ആക്കിയത്? ഞാനാണോ? എന്നോട് പറയായിരുന്ന തലക്ക് നിങ്ങൾ അങ്ങനെ വെറുതെ പറയണ്ട. അല്ലാണ്ട് പിന്നെ ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു 100 യൂണിഫോം മറ്റേ തേച്ചോണ്ട് പോയിട്ടുണ്ട് ഇവിടുന്ന്. ഇനിയിപ്പൊ ആ കണക്ക് പറഞ്ഞ് എന്റെ രംഗത്ത് കിട്ടോത്. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമാണ് അവിടെ തിരക്കുള്ളപ്പോ ഇവിടെ ഒന്ന് വന്ന് തേക്കണേ. ഇനിയിപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ 1950 റുപ്യ വരുന്നേ. അതിന്റെ ബില്ലും കൂടി. അതൊന്നല്ല, ഈ സാധനം ഉണ്ടല്ലോ, ഇത് കറണ്ട് എത്ര വലിക്കുന്ന എന്റെ വിചാരം? 24 മണിക്കൂർ ഓൺ ചെയ്യില്ല ഇവിടെ പണി അല്ലേ? ഞാൻ എന്നോട് പറയാറില്ല, എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനം വെക്കാണ്ടെങ്കിൽ അപ്പം വെച്ചിട്ട് അത് ഓൺ ചെയ്യണം, കുഴപ്പമില്ല. ഇത് ഏത് നേരവും ഇതിങ്ങനെ ഓൺ ചെയ്തിടും. എന്നിട്ടോ ഇതിൽ തണുപ്പിച്ച സാധനം പിന്നെ തിന്നാൻ നേരത്തെ അതൊരു ചൂടാക്കല്, അതിന് ആ ഓവണും ഓൺ ചെയ്യാൻ അടുക്കളയിൽ ഇരിക്കണേ. ഇതല്ലേ ഇവിടുത്തെ കഥ.
ഇതൊക്കെ ഞാൻ എന്താ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഇതൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായ് തന്നെയാണ് നമുക്ക് തിന്നാൻ കിട്ടുള്ളൂ. വെല്ലോന്റെ പോക്കറ്റിൽ കിടക്കുന്ന കായ് നമ്മുടെ എത്തണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, ഇന്ന് മുതൽ തിന്നാൻ കുടിക്കൊന്നും വേണ്ട, ഈ പെരക്കാത്തങ്ങിരുന്നോ. ഏടി ഞാൻ അങ്ങനല്ല പറഞ്ഞേന്ന്, ഇത് മൊത്തത്തിലുള്ള സംഗതി പറഞ്ഞാണ്. ഇതപ്പോ ഇതിന്റെ പോട്ടെ, ഇതിപ്പോ ഫ്രിഡ്ജും ഓവണും കഥ അവിടെ കിടക്കട്ടെ. ഈ വെള്ളം തീരുമ്പോ ഓടി അങ്ങോട്ട് പൊട്ടിങ്ങനെ സ്വിച്ച് ഇട്ടിട്ട് എളുപ്പപ്പണി നോക്കണ്ടല്ലോ. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചോക്കെ. വെള്ളം വേണ്ട ആവശ്യത്തിന്. ആ വെള്ളം വേണോ? വെള്ളം വേണമെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കണതിനൊരു കണക്കുണ്ട്. ഇനിയിപ്പോ രാവിലെ നേരം വെളുക്കുമ്പോ എണിച്ചിട്ട് ആ കിണറ്റുകാരെ പോയിട്ട് ആ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളം പോയി നോക്ക്. ശരീരത്തിനും ഒരു ആയാസം കിട്ടും, അത്യാവശ്യം രാവിലെ ഉപയോഗിക്കാനുള്ള വെള്ളവും കിട്ടും. അങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങളെ നിയന്ത്രിക്കല്. ഇതിപ്പോ ഈ കറണ്ട് ഇല്ലാത്ത കാലത്ത് ആൾക്കാരെന്താ ചെയ്തേ? അതേമാതിരി എന്തൊരു സാധനം ഉണ്ടെങ്കിലും അങ്ങനെ അപ്പൊ തന്നെ ആ മിക്സിയിൽ വന്നിട്ട് അതിന്റെ ആവശ്യമില്ല. അതിനാണ് അമ്മി ഉള്ളത്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അമ്മിയും മരക്കുക. മഞ്ഞളാണെങ്കിലും കുരുമുളകാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ അതിൽ തന്നെ ഒഴിക്കല്. ഈ നിനക്ക് പോയപ്പോഴത്തെ ഇതിലും നിൽക്കൂല, അപ്പുറത്തെ ഇല്ലേ. അതെ, നിങ്ങൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റോ. ഇവിടെ എന്ത് ജോലി എടുക്കാനും ഞാൻ റെഡിയാണ്. ഞാൻ കാണാം ഇവിടെ കറണ്ട് ബില്ല്. അത് കേടായി പോയോ? ഇന്നലെ വരാൻ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അതല്ലേ ഇതിപ്പോ അതിന്റെ എന്ത് സാധനം, കംപ്രസറോ എന്തോ ഒരു സാധനം ഇല്ല. എന്നിട്ട് ഇന്റെ മാവൊക്കെ പുളിച്ചു പോയി. ഇതിപ്പോ 2 ദിവസത്തേക്ക് അരച്ചുകൊണ്ടുവരികയും ചെയ്തേ ഞാൻ. അതിപ്പോ ഒരു 3-4 ദോശ ഉണ്ടാക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇന്ന് വൈകിട്ടും രാവിലത്തേക്കൊക്കെ ദോശ ഉണ്ടാക്കിയോ? വെറുതെ പുളിച്ചു പോകും, അതാണ്. ശരി. എന്നോട് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പൊ അത് നേരാക്കാൻ ഇനിയിപ്പോ അവിടെ കാര്യം അത് ഏടായിട്ടൊന്നും ഇല്ല. പിന്നെ നിങ്ങളല്ലേ പറഞ്ഞ അത് ഓഫാക്കി ഇടണമെന്ന്. വെറുതെ ഓളുടെ മാവുന്നതിനെ പുളിച്ചു കളയുന്നു. അപ്പൊ ഇജ്ജൊന്ന് പറഞ്ഞ പിന്നെ അത് ഓഫാക്കണ്ടേ, ചെലവ് ചുരുക്കണ്ടേ? ഒന്നുമില്ല, ആയിക്കോട്ടെ. എന്താ റസിയ? എനിക്ക് കുറച്ച് അരക്കണം. അവിടെ മിക്സിക്ക് എന്ത് പറ്റി? മിക്സിക്കൊന്നും പറ്റിയില്ല. പിന്നെന്താ, കറണ്ട് ഇല്ലേ? കറണ്ടൊക്കെ ഉണ്ട്. പിന്നെന്താ? ചെലവ് ചുരുക്കലാ. ചെലവ് ചുരുക്കലോ? ചെലവ് ചുരുക്കൽ ഈ അരക്കലൊക്കെ തമ്മിലെന്താ? അല്ല, ചെലവ് ചുരുക്കുമ്പോ മിക്സി ഒന്നും ഉപയോഗിച്ചൂടല്ലോ. കറണ്ട് കാശ് ലാഭിക്കാനാ? ഓ, അപ്പൊ നല്ല പരിപാടിയില്ല. ഞാനിപ്പോ അരച്ചു തീരുട്ടോ. ഈ അരച്ചോ. സമയം എടുക്കോ? ഇല്ല, കഴിഞ്ഞ്. കൂട്ടാത്തിനുള്ളതാണേ. ഇപ്പൊ കഴിയൂട്ടോ. ഇതൊന്ന് നല്ലോണം ശ്രദ്ധിക്കണേ അരയ്ക്കുമ്പോഴോ? അതല്ല, ഈ കറണ്ട് കായിന്റെ കാര്യത്തില്. അയ്യോ, ഞങ്ങൾ അതിലധികം കറണ്ട് ഒന്നും ഉപയോഗിക്കുന്നില്ലടി. മറ്റേ ഒരു ബൾബ് ഒറ്റ ഫാനല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനിയിപ്പൊ അതിൽ കൂടുതൽ എന്ത് കുറയ്ക്കാനോ? നല്ല ചൂട് കാലൊക്കെയാണ്. ഫാൻ ഇങ്ങനെ കിടന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ ബില്ല് കൂടൂ. അല്ല, നിങ്ങള് ഫാൻ കറക്കിയാലും ബില്ല് അവിടെയുള്ള വരുന്നത്. പിന്നെ മൂപ്പര ചീത്ത ഞാൻ കേൾക്കേണ്ടി വരൂ. എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓ ശരി. കഴിഞ്ഞോ? ഓ കഴിഞ്ഞ്. അമ്മിഞ്ഞ അങ്ങ് കഴിക്കട്ടോ. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടൊക്കെ നല്ലതാ. അല്ല, ഞാൻ എന്തായാലും ഇപ്പൊ അരക്കണല്ലോ.